റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ചികിത്സാ രംഗത്ത് മികച്ച ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് തിരൂർ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ 4ാം വർഷത്തിലേക്ക്. തിരൂർ ശിഹാബ് തങ്ങൾ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി സഹകരണ ആശുപത്രി 4ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി ചികിത്സാ രംഗത്ത് വലിയ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശിഹാബ് തങ്ങൾ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇന്ന് 3 വർഷം പൂർത്തിയാക്കി നാളെ 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. തീരദേശ മേഖലയിൽ ഏറ്റവും ആധുനികമായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ ഈ 3 വർഷം കൊണ്ട് സേവന രംഗത്ത് വലിയ മികവ് പുലർത്താൻ ഈ സ്ഥാപനത്തിനായിട്ടുണ്ട് എന്നുള്ള അഭിമാനകരമായ സാഹചര്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഏകദേശം 3.5 ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ ഈ ആശുപത്രിയുമായി OPയിലൂടെ ബന്ധപ്പെട്ടത്. ഈ കഴിഞ്ഞ വർഷം മാത്രം 1.5 ലക്ഷത്തോളം രോഗികൾക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുകയാണ്. എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഏകദേശം വിവിധ മേഖലകളിലുള്ളവർക്ക്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക്, ഓഹരി എടുത്തവർക്ക് ഒക്കെ ചികിത്സാ രംഗത്ത് ഇളവുകൾ നൽകാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 4ാം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഏകദേശം 35ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ കാര്യക്ഷമമായി ഇവിടെ പ്രവർത്തിക്കുകയാണ്. ആ 35ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കേരളത്തിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള 60-ലധികം ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കാര്യക്ഷമമാണ്. ഏറെക്കുറെ 3500 നവജാത ശിശുക്കളാണ് ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ പിറന്നത് എന്നതും ഈ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതുപോലെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രഗത്ഭരായ 10-ലധികം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ആ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ 100-ലധികം കാൽമുട്ട് ശസ്ത്രക്രിയകളാണ് ഈ കാലയളവിനിടയിൽ സാധ്യമാക്കിയെടുത്തത്. അതോടൊപ്പം തന്നെ ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ നമുക്കുണ്ട്. 2800 സർജറികൾ, അതിൽ ഏറ്റവും സങ്കീർണമായ സർജറികൾ അടക്കമുണ്ട് ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത കാലത്താണ് ഡയാലിസിസ് രംഗത്തേക്ക് കൂടി ആശുപത്രി കടന്നത്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള MRI ആണ് ഇവിടെ വരാൻ പോകുന്നത്. MRIയുടെ പ്രവർത്തനം, അതുപോലെ തന്നെ ലാബ് നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഹൈ ടെക്നോളജിയിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തനം സജ്ജമാക്കുക. പിന്നെ പരമാവധി നമ്മളിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഈ തീരദേശം, നമ്മളെ തിരൂരും ഏറ്റവും വലിയൊരു ധനികന് പിന്നെ ആരോഗ്യ മേഖലയിൽ പുറത്ത് നമ്മളെ പ്രൈവറ്റിൽ കിട്ടുന്ന ഒരു ചികിത്സ ഉണ്ടല്ലോ, ആ ചികിത്സ ഒരു മിനിമം റേറ്റിൽ നമ്മളെ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ കിട്ടുക. മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പൂർണ്ണമായും ശീതീകരിച്ച്, ഇപ്പോൾ അവിടെ ചെയർമാൻ പറഞ്ഞതുപോലെ ഒരു പുതിയ സംവിധാനം, ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് മെഡിസിൻ അടക്കം 1 മാസം 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ 20,000 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ നോർമൽ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഒരു റേറ്റേ വരുന്നുള്ളൂ. ഒരു ധനികന് കിട്ടുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായി കഴിവുള്ളവർ കിട്ടുന്ന ചികിത്സാ സൗകര്യങ്ങൾ കിട്ടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം, പ്രത്യേകിച്ച് മഹാനായ തങ്ങളുടെ പേരിൽ ഒരു പ്രസ്ഥാനം നേതൃത്വം കൊടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമാണ് 100 ഡയാലിസിസ്, സൗജന്യ ഡയാലിസിസ്. അപ്പോൾ 100 ടൈം അത് വ്യത്യസ്ത ആളുകൾക്ക് സൗജന്യമായി ഡയാലിസ് ചെയ്തു. അത് റമദാനും പരിശുദ്ധ റമദാനൊക്കെ വരുന്ന ആളുകൾ. അപ്പോൾ അത് മണിക്കാർ ഒരുപാട്, നമ്മൾ ഏറ്റവും താഴെ തട്ടിലുള്ളവരല്ല പ്രയാസപ്പെടുന്നത്, ഏറ്റവും മുകളിലുള്ളവരും പ്രയാസപ്പെടുന്നത്. ഒരു മിഡിൽ സൈസ് ആളുകളുണ്ടല്ലോ, ഒരാളോട് ചോദിക്കാനും കഴിയില്ല, അങ്ങനത്തെ ഒരുപാട് കേസ് ഇവിടെ വരുന്നുണ്ട്. പറ്റുന്നത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത്തരം ആളുകളെ കണ്ടെത്തിയിട്ട്
മോണിറ്റർ ചെയ്ത് കണ്ടെത്തിയിട്ട് അവർക്കൊരു 100 ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ സർജറി പ്രൊസീജിയറുകൾക്കും 20 മുതൽ 25% വരെ ഇളവുകളും കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് ചുരുങ്ങിയ പാക്കേജും ഗൈനക്കോളജി വിഭാഗത്തിൽ 3 മാസക്കാലത്തേക്ക് മരുന്നുൾപ്പെടെ 20,000 രൂപയുടെ സ്പെഷ്യൽ ആനിവേഴ്സറി ഡെലിവറി പാക്കേജും ശിഹാബ് ഹോസ്പിറ്റൽ മെറ്റേണിറ്റി ക്ലബ്ബ് അമ്മ മനസ്സ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഗർഭിണികൾ പ്രസവിക്കുന്ന കുട്ടികൾക്ക് 1 വർഷക്കാലത്തേക്ക് സൗജന്യ പീഡിയാട്രിക് ഡോക്ടറുടെ പരിശോധനയും ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ സൗജന്യ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ്, തീരദേശവാസികളും നിരാലംബരുമായ ഡയാലിസിസ് രോഗികൾക്ക് 100 സൗജന്യ ഡയാലിസിസ് എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനു പുറമെ 28-ന് ഗൈനക്കോളജി ലാപ്രോസ്കോപ്പിക് ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട്. ക്യാമ്പിൽ സൗജന്യ പരിശോധനയും ഡോക്ടർ നിർദ്ദേശിക്കുന്ന രോഗികൾക്ക് ലാബ്, റേഡിയോളജി, സർജറികൾ എന്നിവയ്ക്ക് വലിയ ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ആശുപത്രി ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി, വൈസ് ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, ഡയറക്ടർമാരായ പാറപ്പുറത്ത് ബാവ ഹാജി, വള്ളിയേങ്ങിൽ മുഹമ്മദ് കുട്ടി ഹാജി, കൈപ്പാടത്ത് അബ്ദുൽ വാഹിദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ അബ്ദുൽ റഷീദ്, മാനേജർ കെ പി ഫസലുദ്ദീൻ, ഓപ്പറേഷൻ ഹെഡ് ജസ്റ്റിൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 99 തിരൂർ.